ഈ ക്ലാസ്സിൽ എക്സസൈസ് 11.2-ലെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സേ ട്രൂ ഓർ ഫാൾസ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയണം. അതുപോലെ അതെങ്ങനെ ട്രൂവും ഫാൾസുമായി അതിന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് ആൻസറും പറയണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 10 × 10⁻11 is equal to 100⁻11. അതായത് 10 × 10⁻11 അതിൻ്റെ വാല്യൂ 100⁻11 ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ 10 × 10⁻11 എന്ന് പറയുമ്പോൾ അത് ഏത് ഫോർമാറ്റിൽ കിടക്കുന്നത്? a⁻m × a⁻n. അതായത് ബേസ് രണ്ടും സെയിം ആയി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 10 × 10⁻11 ആണ്. അപ്പോൾ ബേസ് സെയിം ആണ്, അതായത് 10. അപ്പോൾ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. 10 മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ, ഒരു നമ്പർ മാത്രമുള്ളെങ്കിൽ അതിൻ്റെ പവർ എത്രയാണ്? 1 ഉണ്ട്. കാരണം ഇതൊരു 1 ടൈം 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 10 എന്നുള്ള ആൻസർ കിട്ടുന്നത്. അതായത് ഏതൊരു നമ്പർ, ഇപ്പോൾ ഒരു 3 മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ എത്രയുണ്ട്? 1 ഉണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ ഇവിടെ 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പവർ എത്രയാണ്? 1 ഉണ്ട്. അപ്പോൾ 1 പ്ലസ് ഇപ്പുറത്ത് 11. അപ്പോൾ 1 + 11 എന്ന് പറയുമ്പോൾ 10⁻12 എന്ന് കിട്ടും. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 10 × 10⁻11 ആൻസർ എത്ര കിട്ടി? 10⁻12 എന്ന് കിട്ടി. ഇനി ഇതിന് ഈക്വൽ ആണോ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 100⁻11? നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം 100⁻11 അതെങ്ങനെ എഴുതാം? 100⁻11 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോർമാറ്റിലോട്ട് മാറ്റണം. ഇത് 10ൻ്റെ ഇതായിട്ട് എഴുതണം. അപ്പോൾ 100 എന്ന് പറയുന്നത് 10 × 10 ആണ് അല്ലേ? 10 × 10 ആണ് 100. 10 × 10 എന്ന് പറയുന്നത് 10⁻2 എന്ന് എഴുതാം. അപ്പോൾ 10⁻2. ഇനി അപ്പോൾ 100 ആണ് 10⁻2 എന്ന് എഴുതിയേക്കണം. ഇനി ഓൾ റേസ് ടു എന്ത് എഴുതണം? 11. ഇവിടെ 11 ഇല്ലേ? അപ്പോൾ 11 എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഇത് എന്ത് ഫോർമാറ്റിൽ കിടക്കുന്നത്? a⁻m × all⁻n ഉള്ളത്. a⁻m all⁻n. അപ്പോൾ ഇങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. a⁻m × n. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? 10⁻2 × 11. അതായത് 10⁻22 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടിയ ആൻസർ 10⁻12 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് ചെയ്തപ്പോൾ കിട്ടിയത് 10⁻22. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം 10 × 10⁻11 ഈസ് നോട്ട് ഈക്വൽ ടു എന്ത്? 100⁻11. അപ്പം അതുകൊണ്ട് ഇതെന്താ? ഫാൾസാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2⁻3 > 5⁻2. നമുക്കിത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് 2⁻3 എന്ന് പറയുമ്പോൾ 2 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 2 4, 4 × 2 8. ഇനി ഇത് ഗ്രേറ്റർ ആണോ എന്തിനേക്കാളും? 5⁻2 എന്നാണ്. അപ്പോൾ 5⁻2 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 5 എന്ന് പറയുമ്പോൾ 25. അപ്പോൾ ഇതിൽ ഏതാ ഗ്രേറ്റർ? 25 ആണ് അല്ലേ? 25 എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ കിടക്കുന്നത് 5⁻2. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2⁻3 എന്നാണ്. അപ്പോൾ ആൻസർ ശരിയാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഫാൾസ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്കിതുപോലെ എഴുതി ചെക്ക് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. തേർഡ് ക്വസ്റ്റ്യൻ, 2⁻3 × 3⁻2 ഈസ് ഈക്വൽ ടു 6⁻5. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് 2⁻3 × 3⁻2. അതെന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചത്? എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 6⁻5. അപ്പോൾ നമുക്ക് ആദ്യം ഇത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ 2⁻3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിച്ച് എഴുതാം. 2⁻3 × 3⁻2 എന്ന് ഒന്നിച്ച് എഴുതാം.
അപ്പോൾ 2^3 എന്ന് പറയുമ്പോൾ 2 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഇനി 3^2 എന്ന് പറയുമ്പോൾ 3 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 × 2 4, 4 × 2 8. ഇനി 3 × 3 9. അപ്പോൾ 8 × 9 72. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 72. ഇനി അടുത്തത് 6^5. 6^5 എന്ന് പറയുമ്പോൾ 6 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 6 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7776 കിട്ടും. അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ? 6^5 ആണ് ഗ്രേറ്റർ. ഇത് അതിനേക്കാളും ചെറുതാണ്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ആണോ? അല്ല. കാരണം 6^5 എന്ന് പറയുമ്പോൾ ഈ ആൻസറും കിട്ടി, ഇത് രണ്ടും ഡിഫറെൻ്റ് ആൻസറാണ്. അപ്പോൾ ഇത് ഈക്വൽ അല്ല. അപ്പോൾ ഇതെന്താണ്? ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. Fourth question, 3^0 is equal to 1000^0. അപ്പോൾ പവർ 0 വരുമ്പോൾ അത് A^0 ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3^0 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 1. നമുക്ക് ഇങ്ങനെ എഴുതാം. 3^0 എന്ന് പറഞ്ഞത് 1 അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 1 കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എന്താ? 1000^0. അപ്പോൾ പവർ 0 ആയതുകൊണ്ട് എൻ്റെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോൾ രണ്ട് സൈഡിലും വാല്യൂ 1 ആണ് അല്ലേ? ഈ സൈഡിലെ വാല്യൂ 1 ആണ്, അതുപോലെ ഇതിൻ്റെ സൈഡിലെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശരിയാണ്. കാരണം 3^0 ഈസ് ഈക്വൽ ടു 1000^0 ആണ്. സോ ആൻസർ ഈസ് ട്രൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.